ഏപ്രിൽ 21-ന് കൃതിക റെഡ്ഡിയെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവുകയായിരുന്നു. ആ പോകുന്ന വഴിക്ക് തന്നെ കൃതിക മരിച്ചു എന്നതാണ് വാസ്തവം. ആരാണ് കൃതിക എന്നും എങ്ങനെയാണ് കൃതികയുടെ മരണം കൊലപാതകത്തിലേക്ക് എത്തിയതും എന്നുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇറ്റ് ഈസ് മീ ഷിഫ്നാസ്. കൃതിക ആരാണെന്ന് വെച്ചാൽ, കൃതിക ഒരു ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടറായിരുന്നു. വിക്ടോറിയ ഹോസ്പിറ്റലിലായിരുന്നു കൃതിക ജോലി ചെയ്ത് വന്നിരുന്നത്. കൃതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കൃതിയുടെ ഹസ്ബൻഡ് മഹേന്ദ്ര റെഡ്ഡിയും അതേ ഹോസ്പിറ്റലിൽ ഡോക്ടറായി വർക്ക് ചെയ്തു വരുന്നത്. ഏപ്രിൽ 21-ന് കൃതികയെ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു. അങ്ങനെ മരിച്ചു എന്നാണ് ഭർത്താവ് പോലീസിന് നൽകിയിരുന്ന മൊഴി. എന്നാൽ പോലീസുകാർ ഈ കേസ് ഒരു അസ്വാഭാവിക മരണം എന്ന നിലയ്ക്കായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ പോലീസുകാർ ആ വീട്ടിലെത്തുകയും തുടർന്നുള്ള അന്വേഷണത്തിൽ നിന്നുമാണ് ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലായത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഫോറൻസിക്കാരും ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് കിട്ടിയത് കാനുല സെറ്റും അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ്റെ സെറ്റുകളാണ്. ഇവർ ഡോക്ടേഴ്സാണ്. സോ അത് കാരണം ഇതൊക്കെ അവിടെ ഉണ്ടായിരിക്കും എന്നാണ് അവരാദ്യം വിചാരിച്ചിരുന്നത്. ഇതൊരു വേറെ ഒന്നും ഇതായിട്ട് തോന്നില്ല. പക്ഷേ എന്നാലും ഇത്ര അധികം കാനുല സെറ്റും അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ്റെ സെറ്റുകളും മറ്റ് ചില മെഡിക്കൽ ഉപകരണങ്ങളും അവിടെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. അതിനുശേഷം കൃതികയുടെ ബോഡിയിലെ ആന്തരികാവയവങ്ങൾ അത് രാസപരിശോധനയ്ക്ക് വേണ്ടി അയക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഫലം വരാൻ കുറച്ച് ദിവസം വൈകുമല്ലോ. അതിനുശേഷമാണ് ഇതൊരു സാധാരണ മരണമല്ല, ഇത് ഒരു കൊലപാതകമാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞത്. രാസപരിശോധനയുടെ ഫലം എന്തെന്ന് വെച്ചാൽ, അനസ്തീഷ്യയുടെ ഡോസ് കൂടിയിട്ടാണ് മരണകാരണം എന്നാണ് അതിലുള്ള റിപ്പോർട്ടിൽ മനസ്സിലാക്കുന്നത്. അനസ്തേഷ്യ ഒക്കെ നൽകുന്നത് ഡോക്ടേഴ്സും കാര്യങ്ങളാണ്. അനസ്തേഷ്യ ഡോക്ടറാണ് അതിൻ്റെ ഇതാക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് കൃതികയുടെ പാരൻസ് മുന്നോട്ട് വന്നത്. കൃതികയുടെ ഹസ്ബൻഡിനെ സംശയമുണ്ടെന്നും തുടർന്ന് അയാളെ ചോദ്യം ചെയ്യണം എന്നും പറഞ്ഞിട്ടായിരുന്നു കൃതികയുടെ പാരൻസ് മുന്നോട്ട് വന്നത്. അതുപോലെ തന്നെ കൃതികയുടെ ഹസ്ബൻഡിനെ മണിപ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് അയാളെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ചോദ്യം ചെയ്യലിൽ തന്നെ അയാൾ എല്ലാ സത്യങ്ങളും പുറത്തു പറഞ്ഞു. കാരണം താനാണ് അനസ്തേഷ്യ മരുന്ന് ഹൈ ഡോസിൽ കുത്തി വെച്ചുകൊണ്ട് കൃതികയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസുകാരോട് അയാൾ അറിയിച്ചത്. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ അതേപോലെ തന്നെ ഇൻസുലിനോ എന്ത് സാധനം ഓവർഡോസായിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾ ആ സ്പോട്ടിൽ തന്നെ മരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെയാണ് ഈ അനസ്തേഷ്യ മരുന്ന് ഇത്ര അധികം ഹൈ ഡോസേജ് ആയിട്ട് ഒരാളുടെ ശരീരത്തിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ആണല്ലോ, അവർക്ക് എല്ലാത്തും അറിയാലോ. അങ്ങനെയാണ് കൃതികയെ കൊന്നത്. മഹേന്ദ്ര റെഡ്ഡി കൃതിക മരിച്ച് 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവർ തമ്മിലുള്ള വഴക്കിന് കാരണമായിട്ട് പാരൻസ് പറയുന്നത്, മഹേന്ദ്ര റെഡ്ഡി ഒരു ഹോസ്പിറ്റൽ പണിയാൻ കൃതികയോട് കാശ് ചോദിച്ചിട്ട് നിരന്തരം വഴക്കായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഇയാൾക്ക് എന്തോ അവിഹിതമുണ്ടെന്നും അത് കൃതിക ചോദ്യം ചെയ്തതിൽ പേരിലുള്ള ദേഷ്യം കൊണ്ടുമായിരിക്കാം കൃതികനെ കൊന്നത് എന്നാണ് കൃതികയുടെ വീട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും ഇയാളിപ്പോൾ ജയിലിലാണ്. തുടർന്നുള്ള കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. കല്യാണം കഴിഞ്ഞ 1 വർഷം ആവുന്നതിന് മുന്നേ തന്നെയാണ് ഇയാൾ കൃതിയോട് ഇത്രയും ക്രൂരമായ നീചമായ പ്രവൃത്തി ചെയ്തത്. എന്തായാലും ഇതേപോലത്തുള്ള കാര്യങ്ങളൊന്നും ഇനി നടക്കാതിരിക്കട്ടെ. തുടർന്നുള്ള നടപടികളായിട്ട് അയാൾ ഇപ്പോൾ കാര്യങ്ങളായിട്ട് പോവുകയാണ്. തുടർന്ന് ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.